അടിപൊളി ചായ കുടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വേറെ വഴിക്ക് പോകാനായിട്ട് ഇങ്ങനെ വന്നതാണ്. നമ്മുടെ ഒരു പുതിയൊരു സിനിമയുടെ ടീസർ ഇറങ്ങിയല്ലോ, അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ 1-2 വാക്കുകൾ പറയാം. ഈ സിനിമ തുടക്കത്തിൽ ഒരു പ്രാവശ്യം ഈ സിനിമ ഇറങ്ങിയതാണ്. ആ സിനിമ നമ്മളെ ഏറെക്കുറെ അത് ബഹിഷ്കരിച്ചു. വീണ്ടും ഇറക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവം അത് തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ സിനിമയെ നമ്മൾ ബഹിഷ്കരിക്കണം. ബഹിഷ്കരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ പ്രമുഖമായ 2-3 പാർട്ടികളുണ്ട്. പ്രമുഖമായ അറിയാമല്ലോ. 1 കോൺഗ്രസ് പാർട്ടി, പിന്നെ 2 CPM, 3 BJP, പിന്നെ തുടർന്ന് ബാലൻസായിട്ട് ഇപ്പം ഒരുപാട് പാർട്ടികൾ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2020 മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മുടെ മതേതരത്വ ഒരു നിലപാട്, സെക്യുലറിസ്റ്റ് നിലപാട്, അത് തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ടീസറാണ് ഇപ്പം വിട്ടത്. അത് ആൾക്കാർ ട്രോളി അത് ഏകദേശം അതിൻ്റെ കണ്ടൻ്റെല്ലാം പുറത്തായി കുളമായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുളമായി കിടക്കുന്ന ഈ ഒരു കണ്ടൻറ്റ് ഇനി അവർ പുതിയ കണ്ടൻറ്റ് കണ്ടുപിടിച്ച് പുതിയൊരു കണ്ടൻറ്റ് അവർ ക്രിയേഷൻ നടത്തി ഇനി അത് സിനിമയാക്കി കൊണ്ടുവന്നാലും നമ്മളത് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഈ സെക്യുലറിസ്റ്റ് നിലപാട് തകർക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്ന ഈ സിനിമ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യൂത്ത് സംഘടനകളുണ്ട്. അതായത് 1 യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ DYFI, അതുപോലെ തന്നെ BJP കണക്കിലെടുക്കാം. അവരും നമ്മുടെ സെക്യുലറിസ്റ്റ് സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മതേതരത്വത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ സിനിമയെ ബഹിഷ്കരണത്തിലൂടെ പരാജയപ്പെടുത്തുക. ഈ സിനിമ റിലീസാകുമ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളിലൂടെ അതിനെ ബഹിഷ്കരിച്ച് ഈ സിനിമയെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയും. അപ്പോൾ ആ ഒരു നിലപാടിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ആ മതേതരത്വ സ്വഭാവം അതേപോലെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു സെക്യുലറിസ്റ്റും രീതിയിൽ പോകണമെന്നാണ് എൻ്റെയും ഒരു ആഗ്രഹം. ഈ സിനിമയുടെ ടീസർ ഔട്ടാണ് ഇപ്പം ഒരു പുറത്ത് വിട്ടിരിക്കുന്നത്. ഈ ടീസർ ഔട്ട് ഇപ്പം തന്നെ ഏകദേശം അത് ഒരു പരാജയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അതിൻ്റെ കണ്ടൻ്റെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയുടെ സഹായത്തോടുകൂടി AI ക്യാമറയുടെ സഹായത്തോടുകൂടി അതെല്ലാം നമുക്ക് കണ്ടൻ്റ് എല്ലാം ലീക്കായി അത് ആകെ കുളമായി കിടക്കും. അപ്പോൾ ഈ ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ ഇത് പരമാവധി ബഹിഷ്കരിക്കുക, തിയേറ്ററിൽ ഓടിക്കാതിരിക്കാനുള്ള ഒരു നടപടിയും അതുപോലെ തന്നെ ബഹിഷ്കരണവും തുടർന്ന് ഇതിനെ പരാജയപ്പെടുത്തുക. അതാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു നമ്മുടെയൊക്കെ കൊച്ചു കേരളത്തിന് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം. ഇങ്ങനെയുള്ള ഈ സെക്യുലറിസ്റ്റ് നിലപാട് തകർക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക, ആ രീതിയിൽ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇങ്ങനെയുള്ള ഒരു ചെറിയ നിലപാട് ഞാനൊന്ന് പറയുകയാണ്. ആൾക്കാർക്ക് നിങ്ങൾക്ക് വിമർശനങ്ങൾ പറയാം, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുക. ഓക്കെ, താങ്ക് യു.